മടക്കി രഞ്ജിത്ത് മാരാർ, എനിക്ക് ഇന്നത്തെ സംഭവവികാസങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം അറിയേണ്ട ഒരു കാര്യം, ദേവസ്വം ബെഞ്ച് കേസ് പരിഗണിക്കുന്ന അല്ലെങ്കിൽ ഈ അന്വേഷണം ആരുടെ മേൽനോട്ടത്തിലാണോ നടക്കുന്നത്? ദേവസ്വം ബെഞ്ചാണ്. ദേവസ്വം ബെഞ്ചിന് ഈ പറഞ്ഞ കേസ് ഡയറി പരിശോധിക്കാൻ അധികാരമില്ല എന്നതിൽ എത്രത്തോളം ശരിയാണ്? കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത ഒരു അതിഥി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കേസ് ഡയറി പരിശോധിക്കാൻ പാടില്ല എന്ന്. കേസ് ഡയറി പരിശോധിക്കുന്നത് ഈ ജാമ്യം ഹർജി പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചാണ്. അപ്പോൾ കേസ് ഡയറി പരിശോധിക്കാത്ത ബെഞ്ചിൽ നിന്നാണ് ഇപ്പോൾ SITയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതിലൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുണ്ടോ? ഫോർച്ചുനേറ്റ്ലി ഈ കേസ് തുടങ്ങുന്നത് തന്നെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡേഴ്സിൽ നിന്നാണ്. അപ്പോൾ ആ ഓർഡേഴ്സിൽ നിന്ന് തുടങ്ങുമ്പോൾ ഡിവിഷൻ ബെഞ്ച് ഹാസ് ബീൻ ആസ്കിങ് എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി അത് എക്സസൈസ് ചെയ്യുന്നത്. 226 എക്സസൈസ് ചെയ്യുന്നത്. CD ഈസ് ഓൾവേസ് ഫോർ ദി മറ്റേ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കും ആ കോടതികൾക്കും ബെയിൽ ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും ആ ബെയിൽ ആപ്ലിക്കേഷൻ പോകുന്നത് കറക്റ്റാണോ, ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ബെയിൽ ആപ്ലിക്കേഷനിൽ ആർഗ്യൂ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കറക്റ്റ്നെസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ബെയിൽ കോടതികൾ നോക്കുന്നത്. 226 ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്ത കോടതിക്ക് അത് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് 226 പവേഴ്സ് ഇല്ല എന്ന് പറയണത്. എക്സ്ട്രാ ഓർഡിനറി പവേഴ്സാണുള്ളത്. അത് തീരെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു വാദം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ മോണിറ്റർ ചെയ്തിട്ട് ആ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷനെല്ലാം കറക്റ്റാണെന്ന് തീരുമാനം എടുക്കുമ്പോൾ ബാക്കിയുള്ളവരെ കേൾക്കുന്നില്ല എന്നുള്ളൊരു പരാതി, അക്യൂസിനെ കേൾക്കുന്നില്ല, അക്യൂസിൻ്റെ റൈറ്റ്സ് ഒന്നും നോക്കുന്ന പോലും ഇല്ലോ, അത് ക്ലോസ്ഡ് കോറിഡോഴ്സിലാണ് വരുന്നത്. ആ ഒരു പരാതി അക്യൂസിന് ഉണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അതെന്നും അക്യൂസിന് ഉണ്ടായിക്കൊണ്ടുവരിക്കും. അപ്പോൾ ഒരു വൺ സൈഡഡ് ആണ് ഇത് പോകുന്നത്, പവേഴ്സ് ജുഡീഷ്യൽ പ്രോസസ്സ് പോകുന്നത് വൺ സൈഡ് ആണ് എന്നുള്ളൊരു രീതിയിലേക്ക് അക്യൂസിന് എപ്പോഴും ഒരു ഗ്രീവൻസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ, ഇത് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സിലാണോ പോകുന്നത്, അത് ജുഡീഷ്യൽ പവേഴ്സിലാണോ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള പവേഴ്സിലാണോ പോകുന്നതെന്നുള്ള ക്വസ്റ്റ്യനും കൂടി അപ്പലേറ്റ് കോടതികളിൽ ഇതുവരെ റേസ് ചെയ്യപ്പെടാത്തതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആരെങ്കിലും അത് ക്വസ്റ്റ്യൻ ചെയ്ത് ഏതെങ്കിലും അക്യൂസ്ഡ് ഇതുവരെ പോയിട്ടില്ല, അക്യൂസ്ഡ് ആയതുകൊണ്ടിട്ടാണോ അതോ ആ പവേഴ്സ് ഇപ്പം തൽക്കാലം ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടിട്ടാണോ എന്നറിയില്ല. പിന്നെ വേറൊരു പോയിന്റ് റേസ് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബെയിൽ ആപ്ലിക്കേഷൻസ് ഇൻവെസ്റ്റിഗേഷൻ ടേക്കപ്പ് ചെയ്ത സ്ഥിതിക്ക് ബെയിൽ ആപ്ലിക്കേഷൻസ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പവറും കൂടി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് അറിയാൻ പറ്റുമല്ലോ ഏത് രീതിയിലാണ് പോണേന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഡിവിഷൻ ബെഞ്ച് ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റാണെന്ന് പറയുകയും സിംഗിൾ ബെഞ്ച് അത് ഇൻവെസ്റ്റിഗേഷൻ അപാകതയുണ്ട് എന്ന് കണ്ടെത്തുന്ന ഒരു എംബറാസിങ് സിറ്റുവേഷനിലേക്ക് കോടതിയും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസും അക്യൂസ്ഡിൻ്റെ ലോയേഴ്സിന് ആർഗ്യൂ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ആണ് ഇപ്പോൾ നമ്മൾ ഈ കേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു തെറ്റായിട്ടുള്ളൊരു രീതിയായിരിക്കും എന്നുള്ള ചില അക്യൂസ്ഡെങ്കിലും ആർഗ്യൂ ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, പലരും ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടിട്ടും അപ്പോൾ ഒരു എക്സ്ട്രീം ആർഗ്യുമെൻസിലേക്കൊന്നും പോകാനുള്ള സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ CD നോക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കറക്റ്റായിട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇതെല്ലാം കറക്റ്റാണ് എന്ന് പറയുമ്പോൾ, ഡിവിഷൻ ബെഞ്ച് അത് കറക്റ്റാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു സിംഗിൾ ബെഞ്ചിൽ അത് തെറ്റാണെന്ന് വാദിക്കാനുള്ള ഒരു സ്ട്രെങ്ത് അക്യൂസിന് ഇല്ലാതെ ആവും എന്നുള്ളത് കൂടി കണക്കാക്കാൻ ഉള്ള ഒരു സാഹചര്യം കോടതികൾ അത് കൂടി കണക്കാക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനി വരുന്ന കാലഘട്ടങ്ങളിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസൈഡ് ചെയ്യപ്പെടും. ഇപ്പോൾ 2017 ഇഷ്യൂവിലേക്ക് ഡിവിഷൻ ബെഞ്ചിന് പവേഴ്സ് ഉണ്ട്, ദേവസ്വം ബെഞ്ച് ഉണ്ട്. അന്നത്തെ ദേവസ്വം ബെഞ്ച് അത് റാറ്റിഫൈ ചെയ്തതാണ്. 2017 ദർ വാസ് ആൻ അഡ്വക്കേറ്റ് കമ്മീഷണർ ഹു ഓൾസോ റാറ്റിഫൈഡ് ദിസ്. പിന്നെ അതിൽ നിന്ന് എല്ലാം റീഓപ്പൺ ചെയ്തിട്ട് ഏത് രീതിയിലേക്കൊക്കെയാണ് പോകുന്നത്, വിജിലൻസ് എൻക്വയറി നടക്കുന്നു. അന്നത്തെ റിപ്പോർട്ട് 2017 മുതൽ 2026 ആയി. അപ്പോൾ അത് തെറ്റാണെന്നുള്ളതാണ് കോടതി കണ്ടെത്തുന്നതെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലേക്ക് എവിടേക്കൊക്കെ ഇത് ഷൂട്ടപ്പ് ചെയ്ത് ആർക്കൊക്കെ എതിരെ പോകുന്നുള്ളതും കൂടി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. ഈ രണ്ട് പാളികൾ കൊണ്ടുപോയ മോഷണവുമായി ബന്ധപ്പെട്ട കേസിലാണ് 2 FIR ഉള്ളത്. ആ 2 FIRലെ അന്വേഷണം പാതി വഴിയിലല്ല, വല്ലാത്ത അവസ്ഥയിലാണല്ലോ. ഇപ്പോൾ 90 ദിവസം കഴിഞ്ഞ് പ്രതികൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ 2017 അതായത് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആരോപണം,
പുറമേ വരുന്ന ആരോപണങ്ങളെല്ലാം ഏറ്റെടുത്ത് SIT മുന്നോട്ട് പോകേണ്ട ഒരു സമ്മർദ്ദമാണോ ഇത്? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ആ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ SIT ഏതായാലും ഒരു പ്രാഥമിക അന്വേഷണം നടത്തി, അതിനുശേഷം ആ കാര്യം കോടതി ബോധിപ്പിക്കുന്നു. അങ്ങനെ കോടതി ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ അത് വിജിലൻസിനോട് അന്വേഷിക്കാൻ ദുരിതാന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പുറത്തുനിന്നും ഇതും അതും മറ്റേതും കൂടി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം വരുമ്പോൾ എല്ലാം SITക്ക് അത് ഉൾക്കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. അത് നാച്ചുറലി അത് ഉണ്ടാവുകയും അതിൽ നിന്ന് ഈ അൾട്ടിമേറ്റ് ഫൈനൽ റിപ്പോർട്ടിലേക്ക് എത്താതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടെന്നുള്ളതല്ലേ തുടക്കം മുതൽ നമ്മൾ പറയുന്നതും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന രീതികളും അത് തന്നെയാണല്ലോ. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ടിട്ട് മാത്രം അത് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതൊന്നും ശരിയായിട്ടുള്ള, പിന്നെ ടൈം എടുക്കുന്ന കാര്യമാണ്. ആ ബാർക്കിലേക്ക് വീണ്ടും റിപ്പോർട്ട് വരണം എന്ന് പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അതെല്ലാം വന്നാലാണ് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. 90 days ആകുമ്പോഴത്തേക്ക് ഇവർക്ക് ഡിഫോൾട്ട് ബെയിലിനുള്ള സാധ്യതകളുമുണ്ട്. പിന്നെ ഈ കേസിൽ ബെയിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഇല്ലാതെയാവുന്നില്ല. കേസ് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫൈനൽ റിപ്പോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഓരോ രീതിയിലും ഓരോ ഒഫൻസിലേക്കുള്ളതും വരണം. പക്ഷേ ഇതിൽ ജാമ്യം നിഷേധിക്കുന്നത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അടക്കം നേരത്തെ 90 ദിവസത്തിന് മുൻപ് ജാമ്യവുമായി N വാസു അടക്കം സുപ്രീം കോടതിയിലും പോയതാണ്. അപ്പോൾ സ്വർണം ശബരിമലയിലെ ഭഗവാന്റെ സ്വർണം കട്ട കേസല്ലേ എന്ന് പറഞ്ഞു തിരിച്ചയക്കുകയാണ്. ഇപ്പോൾ പത്മകുമാറിന്റെ ജാമ്യ ഹർജി വന്ന സമയത്ത് എന്താണ് അന്ന് ഹൈക്കോടതി പറഞ്ഞത്? അന്ന് പറഞ്ഞിരുന്നത് പുറത്തിറങ്ങിയാൽ സ്വാധീനിക്കുമെന്നുള്ളതാണ്. പുറത്തിറങ്ങിയാൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്, പുറത്തിറങ്ങാൻ പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ. അല്ല, അതങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഡിഫോൾട്ട് ബെയിൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. സ്റ്റാറ്റ്യൂട്ട് അങ്ങനെയാണ് അനുശാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫോൾട്ട് ബെയിൽ അത് ആസ് ഓഫ് റൈറ്റ് ഒരാൾക്ക് കിട്ടുന്നതാണ്. ഇവരുടെ ബെയിൽ എന്ന് പറയുന്നത്, ബെയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇരിക്കുന്നത്. ബെയിൽ എന്ന് പറയുന്നത് പല ഘടകങ്ങൾ നോക്കണം. നമുക്ക് ചിലപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവും ഈ എപ്പോക്കരിക്കസി എന്ന് പറയുന്ന ഇതിൽ ഇവരെല്ലാം ജയിലിലിടണമെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടാവും. എന്ന് പറഞ്ഞുകൊണ്ട് അത് ബെയിലിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നമുക്ക് അറിയില്ലാത്തത് കൊണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് അങ്ങനെ തോന്നണം. കോടതിക്ക് അന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചല്ലേ പറയുന്നത്. കോടതിക്ക് അന്ന് തോന്നിയത് അദ്ദേഹം ജയിലിൻ്റെ അകത്ത് ഉള്ളത് തന്നെയാണ് നല്ലത് എന്ന് അന്നത്തെ സാഹചര്യത്തിൽ അതാണ് കറക്റ്റ് എന്ന് തോന്നിയത് കൊണ്ടിട്ടായിരിക്കും അങ്ങനെ. പക്ഷേ എന്ന് വരുന്നാൽ പോലും വിറ്റ്നസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. വാട്ട് ഈസ് ദിസ്? ലെറ്റ് us ബി വെരി ഫെയർ ടു ഈച്ച് അതർ. വാട്ട് ഇൻഫ്ലുവൻസ്? SIT അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നതാണോ അവർ പറയുന്നത്? അതൊക്കെ ഇറ്റ് ഈസ് ഓൾ, ഐ ഡോണ്ട് തിങ്ക് അതൊക്കെ ഇറ്റ് ഈസ് ഓവർ ദി മറ്റേ കുറച്ചൊക്കെ ഒത്തിരി കൂടുതലായി പോയോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒബ്സർവേഷനാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വാസുവിൻ്റെ കേസിൽ സുപ്രീം കോടതി പോകേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബെയിൽ ആപ്ലിക്കേഷൻ പോലും ഫയൽ ചെയ്യാതെ മറ്റേ വേറെ ആൾക്കാരുടെ ബെയിൽ ഓർഡറിൻ്റെ മുകളിലാണ് പോയിരുന്നത്. അത് ദാറ്റ് വാസ് ഓൾ റിഡിക്കുലസ് മൂവ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം. പോകാൻ പാടില്ലാത്തൊരു സാധനമായിരുന്നു. ഇദ്ദേഹം SLPയിൽ പോയിട്ട് നോട്ട് മെയിൻറ്റൈനബിൾ ആയിട്ടുള്ള ഒരു SLPയിൽ അദ്ദേഹം ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പരാമർശം മേടിച്ചിട്ട് വരികയാണ് ചെയ്തത്. ദാറ്റ് ഷുഡ് നോട്ട് ഹാവ് ബീൻ ഡൺ. ഇനി മൂന്നാമത്തെ കാര്യം, ഇതിലെല്ലാം ബെയിൽ കൊടുത്തത് കൊണ്ടൊന്നും കേസ് ഇല്ലാതെയാവുന്നില്ല. എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും ആകെ അഴകുഴഞ്ഞ അവസ്ഥയിലേക്ക് പോയി, അവിയൽ പരുവത്തിൽ പോയി, ആർക്കും ഒരു കൺവിക്ഷൻ വരാതെ വരുമോ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. അതിനുള്ള സാധ്യതകൾ കേസ് ലാസ്റ്റ് വരുന്ന സംഗതി, അതായത് കട്ടളപ്പാളിയും അതേപോലെ തന്നെ ആ ഗോൾഡ് പ്ലേറ്റ്സ്, അതിൽ കൃത്രിമം ഉണ്ടെന്ന് കണ്ടിട്ടുണ്ട്. ആ വെയിറ്റ് മിസ്മാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതിന് പകരം പല രീതികളിലേക്കും പല സ്ഥലത്തേക്കും പോയി പല പല കാര്യങ്ങളിലേക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രിറ്റി ഡിഫിക്കൾട്ട്. ആൻഡ് ഇതെല്ലാം ഒറ്റ ചാർജിലേക്ക് വരേണ്ട കേസുകളുമല്ല. പലതും പല ഡിഫറെൻറ്റ് ചാർജസാണ്, ഡിഫറെൻറ്റ് അക്യൂസ്ഡാണ് വരേണ്ടത്. അങ്ങനെ പോകേണ്ട കേസുകളാണ്. ഓരോന്നും ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ബട്ട് ദെൻ ഐ എം നോട്ട് ദി പേഴ്സൺ ടു സേ ദിസ്. ഡിവിഷൻ ബെഞ്ച് സേസ് എവറിത്തിങ് ഈസ് ഓക്കെ, എവറിത്തിങ് ഈസ് ബീങ് ഡൺ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അറ്റ്ലീസ്റ്റ് സംബഡി ഷുഡ് റൈസ് അപ്പ് ആൻഡ് ചലഞ്ച് ദിസ്. അല്ലാതുണ്ടെങ്കിൽ അതല്ലേ കറക്റ്റ്? അതാണല്ലോ കറക്റ്റ്. ആരും അത് ചലഞ്ച് ചെയ്യാത്തടത്തോളം ഡിവിഷൻ ബെഞ്ച് ഈസ് റൈറ്റ്. 2017ലേക്കും ഇൻവെസ്റ്റിഗേഷൻ പെട്ടെന്ന് പോയി വിജിലൻസിൻ്റെ റിപ്പോർട്ട്സ് വരണം. അന്നത്തെ ഡിവിഷൻ ബെഞ്ച് കൺക്ലൂഡ് ചെയ്തതെല്ലാം തെറ്റാണെന്നുള്ളത് കാണണം. അഡ്വക്കേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് നമ്പർ 10 റോങ് ആണെന്നെല്ലാം കാണേണ്ട രീതിയിലേക്ക് ചിലപ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷൻ എല്ലാം ദേവസ്വം ബെഞ്ചിനെ കൃത്യമായി അറിയിച്ചിട്ടാണ് ചെയ്തതെന്നുള്ളൊരു വാദം കൂടിയുണ്ട്. ഞാൻ ശ്രീ രാജഗോപാലിലേക്ക് വന്നു. ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതെ
കോടതിക്ക് പിഴവ് പറ്റുമോ എന്ന് കൂടി പരിശോധിക്കേണ്ട സാഹചര്യം വരികയാണ്. ഇതിനെല്ലാം മുകളിൽ ദൈവമുണ്ടെന്നാൾ. അതെ. Debate with Smriti Parithikar.